ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പിട്ടതിന് ശേഷം 4 മുട്ടയും കൂടി ഇട്ട് മൂടി വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയ മുട്ട തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പകുതി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 4 മീഡിയം വലിപ്പത്തിലുള്ള സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഉള്ളി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് വ്യത്യാസപ്പെടുത്താം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള മുട്ട ആദ്യം പുഴുങ്ങിയെടുക്കാൻ ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.